ഹായ് ഫ്രണ്ട്സ്, RJ ബാലാജി കമ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു നല്ലൊരു സംഭവമാണ് സൂര്യയെ വെച്ച് കറുപ്പിലൂടെ അഭിനയം ചെയ്തിരിക്കുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷം സൂര്യയുടെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു വളരെ അടിപൊളി ഒരു ഫീസ്റ്റ്, അല്ലെങ്കിൽ സൂര്യ ഫാൻസിനും സൂര്യ ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ നല്ലൊരു ഫെസ്റ്റിവൽ മൂഡിൽ ചെയ്തു വച്ചിരിക്കുന്ന ഒരു തട്ടുപൊളിപ്പ് പടമാണ് കറുപ്പ്. യെസ്, അതിൻ്റെ കൺസെപ്റ്റ് തന്നെ ഒരു വെറൈറ്റി കൺസെപ്റ്റാണ്. ഒരു മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഒരു ഒരു കോൺഫ്ലിക്റ്റ്, ആ കോൺഫ്ലിക്റ്റിന് അവർ തമ്മിലുള്ള ചലഞ്ച്, അത് ഏതറ്റം വരെ പോകുന്നു, എങ്ങനെ പോകുന്നു, അതിനകത്ത് സൂര്യ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും തന്നെ വളരെ കളർഫുള്ളായി, വളരെ അടിപൊളിയായി. അതിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എടുത്തു പറയേണ്ടതാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടെ വളരെ കളർഫുള്ളായി, വളരെ മാസ്സായിട്ട് തന്നെ സൂര്യ അവതരിപ്പിക്കാൻ RJ ബാലാജിക്ക് സാധിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ വിജയം തന്നെ. അതുപോലെ തന്നെ നല്ലൊരു കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റ് കുറച്ച് മലയാളം പടത്തിൽ എടുക്കുന്നതുകൊണ്ട് കുറച്ച് ക്ലാസിക്കായിട്ടും എടുക്കാം, അല്ലെങ്കിൽ ഇത് ഇവിടെ മാസീവായിട്ടും എടുക്കാം. അവിടെ ഇവിടെ ഓപ്ഷൻ കൊമേഴ്ഷ്യൽ മാസ് എലമെൻ്റ് എന്നുള്ള രീതിയിലുള്ള ഓപ്ഷനിൽ അദ്ദേഹം പോയി നല്ലൊരു എൻ്റർടൈനർ അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഫീസ്റ്റ് ബൈ RJ ബാലാജി ആൻഡ് ടീം. അതുതന്നെയാണ് കറുപ്പിലൂടെ തിയേറ്ററിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. ദിസ് ഇസ് എ മസ്റ്റ് വാച്ച് ഫിലിം ഇൻ തിയേറ്റർ. ഉറപ്പായിട്ട് ഫാമിലി എല്ലാവരുമായിട്ട് എല്ലാ ടെൻഷനും മറന്നിട്ട് പോയി ഒന്ന് എൻ്റർടൈൻ ആകാൻ, എസ്പെഷ്യലി വീക്കെൻഡ്സിൽ പോയി എൻ്റർടൈൻ ആകാൻ പറ്റിയ അടിപൊളി ഒരു സംഭവമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. കറുപ്പ് എന്ന ഒരു ദൈവീയ ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ സൂര്യയെ കംപ്ലീറ്റ് ആയിട്ട് അൺലീഷ് ചെയ്ത് ഒരു അൺലീഷ്ഡ് സൂര്യ നമുക്ക് കാണാൻ പറ്റും. കാരണം അവിടെ ഒരു ലിമിറ്റേഷൻ ഇല്ല. അപ്പോൾ ആക്ഷൻ രംഗങ്ങളാണെങ്കിലും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ലോജിക്കിനെ കുറിച്ച് ചിന്തിക്കാതെ തന്നെ ഒരു ഇമ്മൻസ് എഫക്റ്റ് തരുന്ന വിധത്തിലാണ് ആക്ഷനും സീനുകളും എല്ലാം ആ കളർഫുള്ളായിട്ട് തന്നെയാണ് അത് വന്നിരിക്കുന്നത്. അത് തന്നെയാണ് തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ കയ്യടി കയറിയത്. ഞാൻ ഈ തിയേറ്റർ എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടി തമിഴ്നാട്ടിൽ തിരുച്ചിറപ്പള്ളിയിലാണ് ഈ പടം കണ്ടത്. ഒരുപാട് നാളുകളായി ആൾക്കാർ സൂര്യയോട് ഒരു നല്ല ഒരു തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നെന്ന്. കാരണം റോളക്സിൽ കിട്ടിയതിന് ശേഷം നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആർക്കും കിട്ടിയിട്ടില്ല സൂര്യയിൽ നിന്ന്. ആ ഒരു കുറവെല്ലാം നികത്തി ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഈ പടത്തിന് സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ പടത്തിൻ്റെ വിജയവും. മസ്റ്റ് വാച്ച് ഐറ്റം. Go for it.